വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശിവനാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, ഇനി പ്രകാശിൻ്റെയും ചന്ദ്രയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അത് സമ്മതിക്കുന്നുണ്ട്. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. ചന്ദ്രയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണല്ലോ. അതിനുശേഷം അന്ന് പിന്നെ രാത്രി തന്നെയാണ് അവിടെ റാണിയും ചന്ദ്രയും കൂടിയാണ് ചന്ദ്രയ്ക്ക് കൂട്ടുകിടക്കാനായിട്ട് റാണിയാണല്ലോ ചെല്ലുന്നത്. ചന്ദ്രയാണെങ്കിൽ രാത്രി എന്തിനോ ഇങ്ങനെ കറണ്ട് പോകുന്നു എന്ന് തോന്നുന്നു. അന്നേരം കതക് തുറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ലാസറിനെ കാണുന്നുണ്ട്. രാത്രി ശിവനാണെന്ന് കരുതിയായിരിക്കണം ചന്ദ്ര എന്ന് വാതിൽ തുറക്കുന്നത്. അന്നേരം ലാസറാണ് വന്ന് നിൽക്കുന്നത്. അന്നേരം മഹേന്ദ്രൻ സാർ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ആകെ പേടിച്ച് ചന്ദ്ര നിലവിളിച്ച് തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. ഓടി അകത്ത് കയറി കഥ അടയ്ക്കുന്നു. പക്ഷേ ഈ ലാസറിന് പിന്നീട് അകത്ത് കയറാനായിട്ട് സാധിക്കുന്നില്ല. ചന്ദ്ര ആകെ പേടിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ കയ്യിൽ എന്തോ ആയുധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അന്നേരം പിന്നീട് റാണിയും ചന്ദ്രയും ഒക്കെ വിളിച്ച് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ചന്ദ്ര ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ശിവനോട് ചന്ദ്ര പറയുന്നുണ്ട്, ഏട്ടാ അയാൾ കൊല്ലാൻ തന്നെയാണ് വന്നത് എന്നിങ്ങനെ, ആ ഒരു ലക്ഷ്യമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ആലോചിച്ച്, നീ ഒന്നും പേടിക്കേണ്ട, നാളെ തന്നെ നമുക്ക് വിവാഹത്തിനുള്ള ഏർപ്പാട് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അതനുസരിച്ച് പിറ്റേന്ന് തന്നെ ആ ഒരു വിവാഹത്തിൻ്റെ ഏർപ്പാട് ശിവൻ അവിടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശാലിനിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്, ഇന്ന് 11:30-ക്കാണ് പ്രകാശിൻ്റെയും ചന്ദ്രയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ ഞാൻ എത്താം എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അതിൻ്റെ ആ ഒരു രാത്രി തന്നെയാണ് രേഷ്മയാണെങ്കിൽ ശാലിനിയെ ഫോൺ വിളിച്ച് പറയുന്നത്, ശാരദാമ്മയുടെ അവസ്ഥ വിളിച്ച് പറയുന്നതും. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോഴാണ്, ഓഫീസിലെത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, ശിവൻ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. അതിനിടയ്ക്ക് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയെ കാണാനായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ആകെ ഒരു ഡിപ്രഷനിലെ ഒരു അവസ്ഥയിലാണ് ശാരദാമ്മ ഇരിക്കുന്നതൊക്കെ, വളരെ വിഷമിച്ച് ഇനിയൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്നുള്ള രീതിക്ക്, എന്തൊക്കെ ആപത്തുകൾ വരാൻ പോകുന്നു എന്നുള്ള രീതിക്ക് ആകെ സങ്കടപ്പെട്ട് തളർന്നാണ് ആ പൂജാമുറിയിൽ ആ തറയിൽ തന്നെ ഇരിക്കുകയാണ് ശാരദാമ്മയാണെങ്കിൽ. ശാലിനി ചെല്ലുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആകെ പേടിച്ചൊരവസ്ഥയിലാണ് ശാരദാമ്മ ഇരിക്കുന്നത്. മോള് സൂക്ഷിക്കണം, ചുറ്റും കൊല്ലാൻ നടക്കുന്നവരാണ്, ശത്രുക്കളാണ്, അവരിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഇനി നമുക്ക് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ശാരദാമ്മയുടെ അവസ്ഥയിൽ ശാലിനിക്കും ആകപ്പാടെ ഇങ്ങോട്ട് വിഷമം തോന്നുന്നുണ്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ശാലിനി പിന്നെ ഓഫീസിലേക്ക് പോകുന്നതും ഈ ശിവനി കല്യാണക്കാരിയൊക്കെ പറയുന്നതും. ഇത്രയും സീനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ആ ഒരു മഹേന്ദ്രൻ്റെ പറഞ്ഞ ആ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് ലാസറിന് കഴിഞ്ഞിട്ടില്ല. ചന്ദ്ര ജസ്റ്റ് തലനാരിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ലാസറിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇനിയൊരു ആ ഒരു വിവാഹം, ഒരു മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ് ശിവൻ ശാലിനിയൊക്കെ ചേർന്ന്. ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. നടന്നു കഴിഞ്ഞാൽ അവിടെ മഹേന്ദ്രൻ തോറ്റു. പക്ഷേ മഹേന്ദ്രൻ നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നീട് അവർ ആ മധുരൈ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരിക്കും. ഇനി അവിടെ വെച്ചാണോ ഇനി വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവന് വച്ചിരിക്കുന്നത് എന്ന് ശാലിനി അറിയാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നതോ, അതോ ഇനി വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇനി ശാരദാമ്മയുടെ അവസ്ഥയ്ക്കൊരു പിന്നെ അത് അപകടം അല്ല, മാറി വരണം, ഒരു അവസ്ഥ മാറി വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതം ശാലിനിയുടെ ജീവിതത്തിലെങ്കിലും ഉണ്ടായാൽ മാത്രമേ ശാരദാമ്മയ്ക്ക് ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ മാറി വീണ്ടും ഒരു സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെ എങ്ങനെ വരുമെന്നാണ്. അവിടെ രാഘവൻ നായരാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടുമില്ല. അതും തുടരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.